കാര്യം ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ തരക്കേടില്ലാത്ത രീതിയിൽ ആക്റ്റീവ് ആണെങ്കിലും ഒരു കാലത്തെ ഫേസ്ബുക്ക് എന്ന ഓളമൊന്നും മറ്റൊരു പ്ലാറ്റ്ഫോമും തന്നിട്ടില്ല. ന്യൂജൻ പിള്ളേർ പറയും ഫേസ്ബുക്ക് മൊത്തം തന്തന്മാരാണെന്ന്. എന്ത് എഴുതി ഇടുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ നല്ല അഭിപ്രായങ്ങളും അതേ അളവിൽ തെറിവിളികളും കേട്ടിട്ടുണ്ട് അവിടുന്ന്. ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന റീൽസാണ് ഏറ്റവും കൂടുതൽ റീച്ച് ആവുന്നതെങ്കിൽ അന്ന് വൈറലായ പലതും എഴുത്തുകളായിരുന്നു. ഇനി പറയാൻ വന്ന കാര്യം മറന്ന്, ഫേസ്ബുക്കിൽ ആക്റ്റീവായിരുന്ന സമയത്ത് തന്നെ എഴുത്തിലൂടെയും കമൻസിലൂടെയും എനിക്ക് കുറച്ച് നല്ല സൗഹൃദങ്ങളെ കിട്ടിയിട്ടുണ്ട്. സൗഹൃദം വളർന്ന മെസ്സഞ്ചർ ഗ്രൂപ്പിലേക്കും അത് പിന്നെ പതിയെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും എത്തി. പലരും പല ദിക്കുന്നുള്ളവരാണ്. ഒരേ പ്രായമല്ല, ഒരേ ചിന്താഗതിയല്ല, ഒരിക്കൽ പോലും പരസ്പരം ആരും കണ്ടിട്ടുമില്ല. സന്തോഷങ്ങളും സങ്കടങ്ങളും പറഞ്ഞും പങ്കുവച്ചും ഞങ്ങൾ 10 പേരടങ്ങുന്ന ഒരു കലപില. വീട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളും മുതൽ തൊട്ടടുത്ത വീട്ടിലെ പൂച്ച പെറ്റതും കോഴി മുട്ടയിട്ടതും വരെ എല്ലാ ദിവസവും വിശേഷങ്ങൾ പറയുന്നൊരിടം. എല്ലാ വർഷവും അവസാനിക്കുന്ന സമയത്ത് ഞങ്ങളൊരു കലാപരിപാടി വെക്കും. ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്ന പരിപാടി. സ്കൂളിലും കോളേജിലൊക്കെ ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുത്ത് സമ്മാനം കൊടുക്കുന്ന ഒരു പരിപാടിയില്ലേ, അതുപോലെ നിശ്ചയിച്ചുറപ്പിച്ച ദിവസം വരെ പിന്നീട് സമ്മാനങ്ങൾ കൈമാറും. പേര് തെറ്റിച്ചായിരിക്കും അയച്ചിട്ടുണ്ടാവുക. പറഞ്ഞുറപ്പിച്ച ദിവസം വരെ ആരും ആരുടെ പേരും വെളിപ്പെടുത്താനും പാടില്ല. ആരും കേൾക്കുന്നവർക്ക് ഇതൊരു പുതുമയുള്ള പരിപാടിയൊന്നും അല്ലെങ്കിലും ആ സമ്മാനം നമ്മുടെ കയ്യിലെത്തുന്നവരെ ഗ്രൂപ്പിൽ ഞങ്ങൾ തമ്മിൽ പരസ്പരമുള്ള ചർച്ചകളാണ് ഏറ്റവും രസം. എൻ്റെ ഫ്രണ്ടിന് എനിക്ക് വല്ല ഐഫോണോ ചുരിദാറോ ഒക്കെ തരാൻ തോന്നണേന്ന് ചുമ്മാ എറിയുമ്പോഴേ മറുപുറത്തുനിന്ന് മറുപടി വരും, വീടിൻ്റെ ആധാരം വല്ലതും നിനക്ക് അയച്ചാൽ നീ സ്വീകരിക്കുവോടീന്ന്. കേൾക്കുന്നവർക്ക് ഇതൊരു ചെറിയ കാര്യമാണെങ്കിലും ഇതൊക്കെ എല്ലായിടത്തും നടക്കുമെങ്കിലും ഞങ്ങൾ 10 പേർക്ക് ഇതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടുത്തെ വയ്ക്കുന്ന മിഠായിയുടെയോ ബാഗിന്റെയോ ഡ്രസ്സിന്റെയോ വിലയിലോ സമ്മാനങ്ങളുടെ എണ്ണത്തിലോ ഒന്നുമല്ല കാര്യം. ഇത് അയക്കാനുള്ള എഫേർട്ടിലാണ് കാര്യം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തവരാണ് പലരും. ചെറിയ മക്കളുള്ളവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, പഠിക്കുന്നവരും ഉണ്ട്. ഈ തിരക്കിനിടയിലൊക്കെ സമയം കണ്ടെത്തി സമ്മാനം വാങ്ങി അത് കൊറിയർ അയച്ച് തനിക്ക് കിട്ടിയ ഫ്രണ്ടിന്റെ കയ്യിൽ ആ സമ്മാനം എത്തി എന്ന് പറഞ്ഞ് അവരൊരു ഫോട്ടോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുമ്പോഴും അത് അയക്കുന്നവർക്കും അത് കിട്ടിയവരും അനുഭവിക്കുന്നൊരു സന്തോഷമുണ്ട്. നമുക്ക് വേണ്ടി സമയം കണ്ടെത്താനും നമ്മളെ സ്നേഹിക്കാനും കുഞ്ഞു സമ്മാനങ്ങളൊക്കെ അയക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്നൊരു തോന്നലങ്ങ് കയറി വരും. അപ്പോൾ അത് ഭയങ്കര രസമാണ്.